ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കൊച്ചുള്ളി, വെളുത്തുള്ളി, നമ്മുടെ സവാള എല്ലാം കൊണ്ട് ഉള്ളിപ്പുളിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഉള്ളിക്കറിയാണ്, ഒരു ഉള്ളിക്കറി പോലെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. നമ്മുടെ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൊച്ചുള്ളിയാണ്. അതുപോലെ തന്നെ മുറിച്ചിട്ടില്ല, ഇത് വെളുത്തുള്ളി. ഒരു 10-15 പീസ് കാണുമായിരിക്കും കൊച്ചുള്ളി. അത് നമുക്ക് ഇഷ്ടം പോലെ, നമ്മുടെ വീട്ടിലെ ആവശ്യം പോലെ ആൾക്കാരുള്ളതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുവാണ്. എല്ലാം കോരി, ഇത് കടുകും വറ്റൽമുളകും. ഇത് 1.5 മുറി സവാളയുള്ളിയുണ്ട്, ഒരു കൊച്ചുള്ളിയുണ്ട്, ഒരു കറിവേപ്പിലയുണ്ട്. ഞാൻ വെളുത്തുള്ളി അങ്ങനെ ഇട്ടതുകൊണ്ട് വെളുത്തുള്ളി അരിഞ്ഞിടുന്നില്ല, ലേശം ഇഞ്ചി. ലേശം ഉപ്പ്. ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ സവാള ഉള്ളി എല്ലാം നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയുള്ള, അതുപോലെ തന്നെ മുളക് പൊടി. അത് 1.5 സ്പൂൺ മുളക് പൊടിയുണ്ട്, ചെറിയ സ്പൂണുണ്ടല്ലോ. സാധനം കൊച്ച് 1.5 സവാള ഉള്ളിയുള്ളതെന്ന് ഒന്നും എടുത്തില്ല, 2 എടുത്തില്ല, 1.5 ചെറുത്. ലേശം തക്കാളിക്ക് നമുക്ക് അരച്ച് ചേർക്കാം. ഞാൻ പക്ഷേ പിഴുപുളി വെള്ളമാണ് ചേർത്തത്. ആവശ്യമായ വെള്ളം. കായപ്പൊടി, ഉലുവാപ്പൊടി. നല്ലൊരു ഉള്ളിക്കറിയാണ്. തിളച്ച് വരട്ടെ. നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കൊച്ചുള്ളി വെളുത്തുള്ളി ഇങ്ങോട്ട് ഇടുവാണ്. റെഡി ആയിക്കോട്ടെ. നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ തക്കാളിക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ പുളി ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റുണ്ട് ഇത് കേട്ടോ. എല്ലാവർക്കും ഈ ഉള്ളിക്കറി ഇഷ്ടപ്പെട്ടില്ല. 4-5 കഷ്ണം വെളുത്തുള്ളി അല്ലി വേണം, ഇച്ചിരി കൊച്ചുള്ളി വേണം, സവാള ഉള്ളി. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡി.